Good morning. Good morning. കേൾക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? Okay. നമ്മള് an overview of health and hospital administration എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മള് നോക്കിക്കൊണ്ടിരുന്നേ അല്ലെ. അപ്പൊ നമ്മള് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് മീനിങ് എന്താണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് പറഞ്ഞു. പിന്നെ നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഏതാ നോക്കിയത്, അതിനകത്ത് റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നെക്സ്റ്റ് വാട്ട് ഈസ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ അല്ലെ. ഇവിടം വരെയല്ലേ നമ്മൾ പറഞ്ഞത് വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. ഇവിടം വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് അല്ലെ. ഇനിയിപ്പോ നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. എല്ലാവരുടെയും ലാസ്റ്റ് സെക്ഷനിലേക്ക് കടന്നേക്കുവാണ്. അപ്പോ നിങ്ങള് ഇപ്പൊ 24 പേരെ ഇവിടെ ജോയിൻ ചെയ്ത് കണ്ടുള്ളൂ. ഫസ്റ്റ് ക്ലാസ്സിൽ എത്ര പേരുണ്ട്? അവരെല്ലാവരും ഇപ്പൊ സെക്കൻഡ് ക്ലാസ്സിലേക്ക് കയറിയൊന്നും അറിയില്ല. നിങ്ങൾക്ക് അറിയാലോ, അതായത് നമ്മളൊരു ടഫ് ആയിട്ടുള്ള പോർഷൻസിൽ കൂടെ കടന്നു പോണത്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനുകൾ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്തിടാൻ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മാക്സിമം ക്ലാസ് കയറാൻ പറ്റുന്നവര് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കാം കേട്ടോ. എന്താ പറയാ, ഫുള്ളി ഇരുന്ന് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് അത് ഇത്തിരി വലിയ ചാപ്റ്റേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ടന്റ് സെക്ഷനുകൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാൻ പറയുന്നത് നിങ്ങളോട്. അപ്പൊ അതെന്തായാലും അത് പഠിക്കേണ്ട ഏരിയകളാണ്. അതിൽ നിന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ച് കണ്ടേക്കുന്നത്. അതാണ് എടുക്കുമ്പോൾ തന്നെ അണ്ടർലൈൻ ചെയ്തിടാൻ പറയുന്നത്. മാക്സിമം കയറാൻ പറ്റുന്നവർ കയറുക, അതിനകത്തൊരു റെക്കോർഡ് ക്ലാസ് കാണുക. ഓക്കെ, നമ്മുടെ എവിടെ വരെയായിരുന്നു? വാട്ട് ഈസ് എ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ. അതാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ എന്താണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഏതാ? ഹൗ ടു ബിക്കം എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആകുന്നത് എങ്ങനെ? എന്താണ് ഷിയാസ് എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്യുന്ന ആളാണോ എന്ന് ചോദിച്ചത്. എന്താ തീരാറായി അറിഞ്ഞില്ലേ നിങ്ങള് ചാപ്റ്റേഴ്സ് ഒക്കെ? എക്സാമിന്റെ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ചാപ്റ്റേഴ്സ് ഒക്കെ ഏകദേശം എല്ലാവർക്കും തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, റോള് പറഞ്ഞില്ലേ? ഏതാണ് ഇനി എടുക്കാനുള്ളേ? റോള് പറഞ്ഞില്ല. റോളാണോ? ഇല്ല. ഇപ്പൊ നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് വരെയാണോ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ആണോ? യെസ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യുന്നു കേട്ടോ. ഓക്കെ, റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഹോസ്പിറ്റൽ ഓക്കെ, heading the role of hospital administration. Hospital administrators are accountable for organizing and supervising the health services and everyday activity of a hospital or healthcare facility. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ പറഞ്ഞ ആദ്യം ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതൊക്കെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ. എന്തിനു ഉത്തരവാദിത്വം ഉണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക്? ഫോർ ഓർഗനൈസിംഗ് ആൻഡ് സൂപ്പർവൈസിംഗ് ദ ഹെൽത്ത് സർവീസസ്. ഹെൽത്ത് സർവീസുകൾ ഓർഗനൈസ് ചെയ്യുക, അതിന് നമുക്ക് സംഘടിപ്പിക്കാനും സൂപ്പർവൈസ് ചെയ്യാൻ, മേൽനോട്ടം വഹിക്കാനുമുള്ള ഒരു ഉത്തരവാദിത്തം ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഉണ്ട്. ആൻഡ് അതിനൊപ്പം തന്നെ പറഞ്ഞേക്കുന്നത് ആൻഡ് എവരിഡേ ആക്ടിവിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ആണെങ്കിലും എല്ലാ എവരിഡേ നടക്കുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മള് അത് അല്ലെങ്കിൽ നമ്മള് ഈ അതിനകത്തുള്ള
ആക്ടിവിറ്റികൾ, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, എല്ലാ ദിവസവും നടക്കുന്ന പ്രവർത്തനങ്ങൾ, അതിനെയൊക്കെ നമ്മള് അതും പിന്നെ അതുപോലെ ഹെൽത്ത് സർവീസുകൾ ഓർഗനൈസ് ചെയ്യാനും അതിന് സൂപ്പർവൈസ് ചെയ്യാം, മേൽനോട്ടം വഹിക്കാനുമുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. ഒരു ഹോസ്പിറ്റലിന്റെയോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെയോ സർവീസുകൾ, ഹെൽത്ത് സർവീസുകൾ, ആരോഗ്യ സേവനങ്ങള്, ഡെയിലി ആക്ടിവിറ്റീസ് ഇതിനൊക്കെ സംഘടിപ്പിക്കുന്നതിനും അതിന് മേൽനോട്ടം വഹിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്തം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കും. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാട്ടോ. Hospital administrators are accountable for organizing and supervising the health services and everyday activity of the hospital or healthcare facility. Healthcare administration is the management of all the non-clinical functions included in operating a healthcare facility, from daily operation to staffing to budgeting and finance to long-term strategic planning to make sure the success of the health care provider or system. ഇച്ചിരി വലിയ സെന്റൻസ് ആണ് നോക്കിയേ. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ നോൺ ക്ലിനിക്കൽ പ്രവർത്തനങ്ങളും, ചികിത്സാ സംബന്ധമല്ലാത്തത്, ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ ചികിത്സാപരമായിട്ടുള്ളത്, അല്ലാത്ത ചികിത്സ നോൺ ക്ലിനിക്കൽ ഫംഗ്ഷൻ, ചികിത്സാ സംബന്ധമല്ലാതെ എല്ലാ ഓരോ ഫെസിലിറ്റികളും കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, എല്ലാത്തിനും ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതൊക്കെ ക്ലിനിക്കൽ അല്ലാത്തത്. അതാണ് എല്ലാ ഈ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്ന എല്ലാ നോൺ ക്ലിനിക്കൽ പ്രവർത്തനങ്ങളുടെയും ഒരു മാനേജ്മെന്റ് ആണ് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. Is the management of all the non-clinical functions included. എന്തിന്റെ മാനേജ്മെന്റ് ആണെന്ന് പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള എല്ലാ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ് പ്രവർത്തനങ്ങളുടെയും ഒരു മാനേജ്മെന്റ് ആണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടത്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ is the management of all the non-clinical functions included. ഏതാ പറഞ്ഞേക്കുന്ന അതിനകത്ത്? ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന? In operating a health care facility, from daily operation to staffing to budgeting and finance to long-term strategic planning to make sure that the success of a healthcare provider or system. ഇതെന്താ പറഞ്ഞേക്കുന്നത്? ദൈനംദിന പ്രവർത്തനങ്ങൾ മുതൽ സ്റ്റാഫിങ്, ബഡ്ജറ്റിങ്, ഫിനാൻസ്, ഹെൽത്ത് കെയർ പ്രൊവൈഡർ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന്റെ, ആ ഒരു ഹോസ്പിറ്റലിന്റെ അതിന്റെ ആ ഒരു സിസ്റ്റത്തിന്റെ ആ ഒരു വിജയം, സക്സസ് ഉറപ്പാക്കാനുള്ള ഒരു ദീർഘകാല തന്ത്രപരമായിട്ടുള്ള ഒരു ആസൂത്രണമാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതായത് ലോങ് ടേം സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് ദ സക്സസ് ഓഫ് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഓർ സിസ്റ്റം. ഒന്നുകൂടി പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് സെന്റൻസ് ക്ലിയർ ആയില്ലേ? ഹെൽത്ത് സർവീസുകൾ ഹോസ്പിറ്റലിലെ എല്ലാ ആക്ടിവിറ്റീസിനെയൊക്കെ ഓർഗനൈസ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്കാണ്. ഓക്കെ, ഇനി എന്താണ് ഈ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? എന്താണ്? ഇസ് ദ മാനേജ്മെന്റ് ഓഫ് ഓൾ ദ നോൺ ക്ലിനിക്കൽ ഫംഗ്ഷൻ. ചികിത്സാപരമല്ല അല്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ, ബാക്കി ഹോസ്പിറ്റലിനുള്ളിൽ നടക്കുന്ന എല്ലാത്തിനും ഓർഗനൈസ് ചെയ്യുക, വേണ്ട കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഓവറോൾ മാനേജ്മെന്റ് ആണ് നമ്മൾ ഈ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഒരു ഭരണം. അപ്പൊ അങ്ങനെ നോൺ ക്ലിനിക്കൽ പ്രവർത്തനങ്ങളുടെ ഒരു മാനേജ്മെന്റ് ആണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ മാനേജ്മെന്റ് ഓഫ് ഓൾ ദ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ്. മനസ്സിലായോ? എല്ലാ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻ പ്രവർത്തനങ്ങളുടെയും ഒരു മാനേജ്മെന്റ് ആണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഇൻക്ലൂഡഡ്. ഇനി അടുത്ത് നോക്കിയാൽ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് ഏതൊക്കെയാ നോൺ ക്ലിനിക്കൽ പ്രവർത്തനങ്ങൾ എന്ന് പറയാം? അതായത് ദൈനംദിന ഡെയിലി നടത്തുന്ന ഫ്രം ദ ഡെയിലി ഓപ്പറേഷൻസ്
ഒരു ഓപ്പറേറ്റിംഗ് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ പ്രവർത്തനങ്ങള്, പിന്നെ ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനങ്ങള് ഏതൊക്കെയാ? സ്റ്റാഫിങ്, ബഡ്ജറ്റിങ്, ഫിനാൻസ്, ഹെൽത്ത് കെയർ പ്രൊവൈഡർ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ അതാണ് നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞേക്കുന്ന അതിനകത്ത്. ഇൻക്ലൂഡഡ് ഇൻ ഓപ്പറേറ്റിംഗ് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ പ്രവർത്തനം എവിടെ? ഫ്രം ഡെയിലി ഓപ്പറേഷൻ, സ്റ്റാഫിന്റെ, ബഡ്ജറ്റിങ്, ഫിനാൻസ്, ഇതിന്റെയൊക്കെ ഡെയിലി പ്രവർത്തനങ്ങൾ, ഈ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ്. അപ്പൊ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നമ്മൾ ഈ ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് കെയർ പ്രൊവൈഡർ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ഒരു വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദീർഘകാലപരമായിട്ടുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു ലോങ് ടൈം സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആണ്. ഒരു ദീർഘകാല ഒരു തന്ത്രപരമായിട്ടുള്ള ആസൂത്രണം. 1-2 ദിവസത്തേക്ക് ചെയ്യുന്ന കാര്യമല്ലല്ലോ ഈ പ്ലാനിംഗ് ഒക്കെ. എന്തിനാ? ആ ഒരു സിസ്റ്റം, ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ വിജയം ഉറപ്പാക്കാൻ വേണ്ടി നമ്മളെ ദീർഘകാലത്തേക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്നുള്ളത് ഒരു സ്ട്രാറ്റജിക്, ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ആസൂത്രണമാണ് എന്തെന്ന് പറയുന്നത് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത് ആദ്യ സെന്റൻസിൽ, ഈസ് ദ മാനേജ്മെന്റ് ഓഫ് ഓൾ ദ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ്. എല്ലാ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസിന്റെയും ഒരു മാനേജ്മെന്റ്. അത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്? അത് ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ആ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഒക്കെ എന്താ ആ ഒരു സക്സസ് ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങളും ലോങ് ടൈം ആയിട്ട് ദീർഘകാല തന്ത്രപരമായിട്ടുള്ള ആസൂത്രണം, അതാണ് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. യെസ്. അപ്പൊ അതിനകത്തുനിന്ന് ആ 2 സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. ഫസ്റ്റ് സ്റ്റാൻസും സെക്കൻഡ് നമ്മൾ പറഞ്ഞത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ മാനേജ്മെന്റ് ഓഫ് ഓൾ ദ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ് ഇൻക്ലൂഡഡ്. അതേതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കിയേ, വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ? വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ? എന്താണ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നത് എന്താന്ന് നോക്കിയേ. ഹെൽത്ത് കെയർ administrators work behind the curtain to make the extensive decision for a healthcare facility or institution. അത് എന്താ പറഞ്ഞേക്കുന്നത്? ഇവര് നേരിട്ട് ഇപ്പൊ നേരെ നമ്മൾ ചെന്ന് അവരൊരു ട്രീറ്റ്മെന്റ് തരികയല്ല നമ്മൾ ചെയ്യുന്നത്. അവരെങ്ങനെയാണ്? നമ്മൾ പിന്നിലും പ്രവർത്തിക്കുന്നവരാണ്. അതിനൊരു സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് അല്ലെ? ശരിക്കും അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരെ എന്താ ചെയ്തേ? നമുക്ക് നല്ല നല്ല കാര്യങ്ങള് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇപ്പൊ ഡോക്ടറിനാണെങ്കിൽ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ട ഫെസിലിറ്റി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലെ? കറക്റ്റ് ടൈം അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ ഒരു ബാക്കിൽ പ്രവർത്തിക്കുന്നവരാണ്. ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാ, നമ്മളിപ്പോ ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ ഈ അഡ്മിനിസ്ട്രേഷൻ തന്നെ പഠിച്ചതാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചപ്പോ പറഞ്ഞതാണ്, ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ അതിന്റെ ആക്ടേഴ്സിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. പക്ഷെ അതിന്റെ കാര്യം എന്താ നമ്മൾ പറയുന്നത്? അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, ആ ഒരു സിനിമയുടെ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ശക്തികളുണ്ട്. അവരാണ് ശരിക്കും എന്താ പറയുക ആ ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. മറ്റേതിപ്പോ ഈ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ അത് എഴുതി എത്രത്തോളം ഇതാക്കണം അല്ലെ, എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവരെ ആക്കിയിരുന്നു എന്നുള്ളത് ശരി. പക്ഷെ അവർ നല്ലൊരു സ്റ്റോറി എഴുതുക, നമുക്ക് അതൊക്കെ ഒരു കഥയല്ലേ ഇഷ്ടപ്പെടുന്നേ അല്ലെ? ആക്ടേഴ്സ് നമ്മള് നല്ലൊരു കഥ നന്നായിട്ടാണ്, അതായത് നന്നായിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. നമ്മൾ ആ ഒരു സ്റ്റോറിയും കൂടി നല്ല രീതിയിൽ വന്നാലാണ്. അപ്പൊ ബാക്കിൽ നിൽക്കുന്നവര് ആണ് ശരിക്കും ഈ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞേക്കുന്നത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനങ്ങൾക്ക് വേണ്ടിയോ ഒരു വിപുലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് അവരെവിടെ നിൽക്കണേ? ഒരു കർട്ടൻ, ബിഹൈൻഡ് ദ കർട്ടൻ, ഒരു തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ എല്ലാ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ബാക്കിൽ നിന്ന് എല്ലാം ഓക്കെ ആക്കി കൊടുക്കാണ്. നമ്മൾ പറയുന്നത് ഒരു ഹോസ്പിറ്റല്
സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നതിന് പിന്നിൽ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കുടെ ഒരു ഓവറോൾ മാനേജ്മെന്റ് ആണ് ശരിക്കും ആ ഹോസ്പിറ്റലിന്റെ വിജയം എന്ന് പറയുന്നത്. നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഒക്കെ സൗകര്യത്തിനോ സ്ഥാപനങ്ങൾക്കോ വേണ്ടി ഒരു വിപുലമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി എന്താണ് പരിശീലിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. Okay, they directly handle policy and budget to generate better patient experience and to ensure the safety of the staff. എന്താ പറഞ്ഞേക്കുന്നത്? Okay, they directly handle the policy and the budgets. അവര് നേരിട്ട് എന്താ പറയാ പോളിസികള് ബഡ്ജറ്റുകളൊക്കെ നമ്മൾ നേരിട്ട് ഹാൻഡിൽ ചെയ്യാണ്. ഇതിനു വേണ്ടിയാ ടു ജനറേറ്റ് ബെറ്റർ പേഷ്യന്റ് എക്സ്പീരിയൻസ് ആൻഡ് എൻഷുർ സേഫ്റ്റി ഓഫ് ഗസ്റ്റ് ആൻഡ് സ്റ്റാഫ്. ഗസ്റ്റിന്റെ അല്ലെങ്കിൽ സ്റ്റാഫിന്റെ പേഷ്യന്റിന്റെ ഒക്കെ സേഫ്റ്റി എന്താ പറയാ എൻഷുർ ചെയ്യാൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്താ അവര് നയങ്ങളും ബഡ്ജറ്റുകളും ഒക്കെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നവര്. They directly handle policy and budget to generate better patient experience. നമുക്ക് മെച്ചപ്പെട്ട രോഗി അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നതിനും സേഫ്റ്റി ഗസ്റ്റിന്റെയും സ്റ്റാഫിന്റെയും ഒക്കെ സേഫ്റ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പോളിസികളും ബഡ്ജറ്റുകളും ഒക്കെ നേരിട്ട് അവര് ഹാൻഡിൽ ചെയ്യുന്നു. Healthcare administrator have enough thorough knowledge of regulatory framework in patient care. Healthcare administratorമാര് രോഗി പരിചരണത്തിന്റെ ഒരു നിയന്ത്രിതമായിട്ടുള്ള ചട്ടക്കൂടുകളെ കുറിച്ച് ഒരു സമഗ്രമായിട്ടുള്ള ഒരു അറിവ് വേണം. അതായത് ഹോസ്പിറ്റലിലെ എല്ലാ ഭരണപരമായ കാര്യങ്ങളെ കുറിച്ചും ഒരു നല്ലൊരു അറിവ് വേണം ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർക്ക്. ഹാവ് എ തറോ നോളജ് ഓഫ് ദ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇൻ പേഷ്യന്റ് കെയർ. രോഗി പരിചരണത്തിലെ ഒരു നിയന്ത്രിതമായ ചട്ടക്കൂട്, അതായത് എത്ര കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, അവിടുത്തെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, കാരണം ഒരു നിയന്ത്രിതമായ ചട്ടക്കൂടുകളെ കുറിച്ച് ഒരു നല്ലൊരു നോളേജ് അവർക്ക് ഉണ്ടായിരിക്കണം. അല്ലേ? Their responsibility, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ആ ഒരു സെന്റൻസ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ഹാവ് എ thorough knowledge of regulatory framework in patient care. Their responsibilities are completely different from the responsibility of the doctor or physician. അവരുടെ ഉത്തരവാദിത്തം നമ്മൾ പഠിച്ചതല്ലേ റെസ്പോൺസിബിലിറ്റി ഒക്കെ. റെസ്പോൺസിബിലിറ്റി പഠിച്ചിട്ടില്ല അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പറഞ്ഞോളൂ. ഇനി നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കൂടി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മള് റെസ്പോൺസിബിലിറ്റികൾ പറയുന്നുണ്ട്. ഇവർക്കുടെ ഈ റെസ്പോൺസിബിലിറ്റി ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്തങ്ങള് completely different from responsibility of the doctor or physician. ഡോക്ടറിന്റെ അല്ലെങ്കിൽ ഫിസിഷ്യന്റെ ഒക്കെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. കംപ്ലീറ്റ്ലി ഡിഫറെന്റ്, തികച്ചും വ്യത്യസ്തമാണ് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി. ഡോക്ടർ ഫിസിഷ്യൻ എന്നാൽ നമ്മളെ കറക്റ്റ് ആയിട്ട് ഡയഗ്നോസിസ് ചെയ്ത് നമുക്കത് മരുന്ന് തരുന്നു. അത് മാത്രമല്ല അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. പേഷ്യൻസിന് നല്ല കെയർ കൊടുക്കുക, നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുക, രോഗഭേദമാക്കുക, ഇതൊക്കെയാണ് ഈ ഡോക്ടറിന്റെ ഫിസിഷ്യന്റെ ഒക്കെ റെസ്പോൺസിബിലിറ്റി. എന്നാൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർക്കുടെ റെസ്പോൺസിബിലിറ്റി എന്താ പറഞ്ഞേക്കുന്നത്? ഈ ഫിസിഷ്യന്റെയോ അല്ലെങ്കിൽ ഡോക്ടറിന്റെയോ ഒക്കെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അവരെന്താ ചെയ്യുന്നത്? ഓവറോൾ മാനേജ്മെന്റ്, അല്ലെ? ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ അതാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർ ചെയ്യുന്നത്. ഇതാണ് അവർക്കുടെ എന്താ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അത് ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ഓരോരുത്തർക്കുടെ റെസ്പോൺസിബിലിറ്റി പഠിക്കാനുണ്ട്. ആ ചാപ്റ്റർ ഫുള്ളും ഓരോ പേഴ്സന്റെയും റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് ആ ചാപ്റ്ററിൽ പഠിക്കാം. അപ്പൊ എന്തായാലും ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർക്കുടെ ഉത്തരവാദിത്തം തികച്ചും ഏതാണ്? ഫിസിഷ്യന്റെയോ അല്ലെങ്കിൽ ഡോക്ടറിന്റെയോ ഒക്കെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? വൈ ഫിസിഷ്യൻ ഹാൻഡിൽ നമുക്കറിയാം
ഫിസിഷ്യൻ എന്താ ചെയ്യുന്നത്? ഹാൻഡിൽ പേഷ്യൻസ് ഡയറക്ട്ലി. പേഷ്യന്റിനെ നേരെ എന്ത് ചെയ്യുന്നു? നമ്മൾ നോക്കുന്നു, ഹാൻഡിൽ ചെയ്യുന്നു, കൈകാര്യം ചെയ്യുന്നു. ഡോക്ടർ നേരിട്ട് പേഷ്യന്റുമായിട്ട് നേരിട്ട് കൈകാര്യം ചെയ്യുന്നു. അവർക്ക് എന്താ അസുഖം ചോദിച്ച് മനസ്സിലാക്കുന്നു, മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഫിസിഷ്യൻ പേഷ്യൻസിനെ ഡയറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ സൂപ്പർവൈസ് ദ ഫെസിലിറ്റി ഇറ്റ്സെൽഫ്. എന്താ കൊടുക്കുന്നത്? അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക ചെയ്യുന്നത്, അല്ലേ? അപ്പൊ മനസ്സിലാവുന്ന നിങ്ങൾക്ക് ഈ ഫിസിഷ്യൻ പേഷ്യന്റിനെ ഡയറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ, നേരിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്താ ചെയ്യുന്നത്? സൂപ്പർവൈസ് ദ ഫെസിലിറ്റി ഇറ്റ്സെൽഫ്. അത് സൂപ്പർവൈസ് ചെയ്യുന്നു, അതിനുള്ള സൗകര്യങ്ങള്, അതിന് നമ്മൾ മേൽനോട്ടം വഹിക്കുന്നു. എന്താരോ സൗകര്യങ്ങൾ കൊടുക്കുന്നില്ല, ആ ഒരു ഫെസിലിറ്റിയാണ്. അത് പറഞ്ഞു നമ്മൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് പറഞ്ഞു ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. നേരിട്ട് പേഷ്യൻസുമായിട്ട് അധികം ഇടപെടത്തില്ല, എങ്കിൽ പോലും അതിനുള്ള ഫെസിലിറ്റികൾ കൊടുക്കാനും അതിനെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഡോക്ടറിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. നോക്കിയേ, and they usually have a bachelor degree or master degree. Healthcare administration bachelor degree or master degree healthcare administration എന്താ ഉണ്ടായിരിക്കും ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർക്ക്. ഓക്കെ, ഇനി അവിടെ തന്നേക്കുന്നത് എന്താണ്? ഹൗ ടു ബിക്കം എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. എങ്ങനെയാണ് നമ്മൾ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആകുന്നത്? ഓക്കെ, health care administrator frequently interact with the doctors, nurses, surgeons, and technicians. Healthcare administrators frequently interact. Healthcare administrator ആരൊക്കെ? ഡോക്ടർമാര്, നേഴ്സന്മാര്, സർജർ, ടെക്നീഷ്യന്മാര് എന്നിവരൊക്കെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇന്ററാക്ട് ചെയ്യുന്നു, ഇടയ്ക്കിടയ്ക്ക് സംവദിക്കുന്നു, അവരോട് ഇന്ററാക്ട് ചെയ്യുന്നു. ഓക്കെ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ഫ്രീക്വന്റ്ലി ഇന്ററാക്ട് വിത്ത്, ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ, നേഴ്സ്, സർജൻ, ടെക്നീഷ്യൻ ഒക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. They control the operations of the healthcare organization and seldom meet directly with the patient in the healthcare facility. Seldom അപൂർവമായി എന്നുള്ളത്, അപൂർവമായി അവര് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുകയും they control the operation of the healthcare organization. Healthcare organizationന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും and seldom meet directly with the patient in the healthcare facility. അപൂർവമായിട്ട് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ പേഷ്യൻസുമായിട്ട് നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. അപ്പൊ എപ്പോഴും പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ല, വളരെ അപൂർവമായി. അതാണ് സെൽഡം എന്ന് പറയുന്നത്. സെൽഡം, അപൂർവമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. എന്താ പറഞ്ഞേക്കുന്നത്? they control the operations of the healthcare organization. ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുകയും നിയന്ത്രിക്കുകയും അവര് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പേഷ്യൻസുമായിട്ട് അപൂർവമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നു. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റർ ഡ്യൂട്ടി. അപ്പൊ അതിനകത്തൊന്ന് ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ഫ്രീക്വന്റ്ലി ഇന്ററാക്ട് വിത്ത് ഡോക്ടർ, നേഴ്സ്, സർജൻ ആൻഡ് ടെക്നീഷ്യൻ എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിയേ. An administrator duty is to form the policy that runs the facility and make better the patient experience. എന്താ പറഞ്ഞേക്കുന്നത്? ഈ സൗകര്യം പ്രവർത്തിപ്പിക്കുന്ന നമ്മള് പോളിസികളും പിന്നെ അത് പോളിസികള് രൂപീകരിക്കുകയും പേഷ്യൻസിന്റെ അനുഭവം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ അഡ്മിനിസ്ട്രേറ്റർമാരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഈസ് ടു ഫോം ദ പോളിസി ദാറ്റ് റൺ ദ ഫെസിലിറ്റി. അതായത് ഈ ഒരു സൗകര്യം പ്രവർത്തിപ്പിക്കുന്ന പോളിസികള് രൂപീകരിക്കുക.
An administrator duty is to form the policy that run the facility. ആ സൗകര്യങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ആ ഹോസ്പിറ്റലിൽ ആ ഫെസിലിറ്റികളൊക്കെ കൊടുക്കുന്ന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോളിസികൾ രൂപീകരിക്കുക. ആൻഡ് അതുകൂടാതെ എന്താ മേക്ക് ദ ബെറ്റർ ദ പേഷ്യന്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല പേഷ്യന്റ് എക്സ്പീരിയൻസ്, പേഷ്യൻസിനൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക. അതായത് നല്ലൊരു എന്താ പറയാ ട്രീറ്റ്മെന്റ് കാര്യങ്ങള് അല്ലെങ്കിൽ സൗകര്യങ്ങള് ഇതൊക്കെ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, നോക്കിയേ, ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആൻഡ് മേക്ക് ദ ബെറ്റർ ദ പേഷ്യൻസ് എക്സ്പീരിയൻസ്, രോഗികളുടെ അനുഭവം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. An administrator's duty is to form the policy that runs the facility and make better the patient's experience. Healthcare administrators' career are necessary to successful and efficient healthcare facility. ഒരു വിജയകരവും ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾക്ക് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാരുടെ കരിയർ ആവശ്യമാണ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ കരിയേഴ്സ് ആർ നെസസറി. എന്തിനു വേണ്ടിയാ? ടു സക്സസ്ഫുൾ ആൻഡ് എഫിഷ്യന്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഒരു വിജയകരവും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വിജയകരമായിട്ടുള്ളതും എഫിഷ്യന്റ് ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു ആരോഗ്യ സംരക്ഷണങ്ങളുടെ സൗകര്യങ്ങൾക്ക് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാരുടെ കരിയർ ആവശ്യമാണ്. Owing to the continuous need of the healthcare facility from the hospital to nursing home, healthcare administration is an important job for those who are interested in improving healthcare policy. ഹോസ്പിറ്റല് മുതൽ നേഴ്സിംഗ് ഹോം വരെയുള്ള ഇവിടെ തുടങ്ങിയ ഹോസ്പിറ്റല് മുതല് ഫ്രം ഹോസ്പിറ്റൽ ടു നേഴ്സിംഗ് ഹോം, ഹോസ്പിറ്റല് മുതല് നേഴ്സിംഗ് ഹോം വരെയുള്ള ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ തുടർച്ചയായിട്ടുള്ള ആവശ്യം കാരണം. ഫസ്റ്റ് സെന്റൻസ് ഒന്നുകൂടെ നോക്കി. Owing to the continuous need for healthcare facility from hospital to nursing home, hospital മുതൽ nursing home വരെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ആവശ്യം കാരണം എന്താ പറഞ്ഞേക്കുന്നത്? ആവശ്യം കാരണം ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ജോബ് ഫോർ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇംപ്രൂവിംഗ് ഹെൽത്ത് കെയർ പോളിസി. ഹെൽത്ത് കെയർ പോളിസി നയം മെച്ചപ്പെടുത്താൻ താല്പര്യമുള്ളവർക്ക് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു സുപ്രധാനവും ഉറച്ച ജോലിയാണ്. ഫേം ജോബ് ഫോർ those who are interested in improving healthcare policy. Healthcare policy മെച്ചപ്പെടുത്താൻ താല്പര്യമുള്ളവർക്ക്, ഹെൽത്ത് കെയർ പോളിസി മെച്ചപ്പെടുത്താൻ താല്പര്യമുള്ളവർക്ക് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു സുപ്രധാനവും ഒരു ഉറച്ച ജോലിയുമാണ്. ഓക്കെ, ഇത്തിരി ഇതാണ് നിങ്ങളൊന്ന് ദഹിച്ചെടുക്കാനായിട്ട്. ഒന്നുകൂടി നിങ്ങളതൊന്ന് 1-2 പ്രാവശ്യം അത് വായിച്ചു നോക്കാം കേട്ടോ. അല്ലാതെ ഇമ്പോർട്ടന്റുകളൊക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാം. ഇതിനകത്ത് ലാസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ പോളിസി ഡ്യൂട്ടി പറഞ്ഞല്ലോ. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ എന്താണ്? ഫോം ദ പോളിസി, പോളിസി രൂപീകരിക്കുക. ദാറ്റ് റൺ ദ ഫെസിലിറ്റി ആൻഡ് മേക്ക് ബെറ്റർ ദ പേഷ്യന്റ് എക്സ്പീരിയൻസ്. ഈ സൗകര്യം പ്രവർത്തിപ്പിക്കുന്ന പോളിസികൾ രൂപീകരിക്കുകയും ആ ഒരു പേഷ്യൻസിന്റെ ഒക്കെ അനുഭവം അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്താൻ നല്ല നല്ല കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, നല്ല ട്രീറ്റ്മെന്റ് ഫെസിലിറ്റികളൊക്കെ കാര്യം ചെയ്തു കൊടുക്കുക, അനുഭവം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ കടമ എന്ന് പറയുന്നത്. They control the operation of the healthcare organization. Healthcare organization പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും and seldom meet directly with the patient in the healthcare facility. Healthcare facilityയിലെ പേഷ്യൻസുമായിട്ട് അവിടെ അപൂർവമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നു. ഓക്കെ,
പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞേക്കുന്നത് ഡ്യൂട്ടി എന്താ പറഞ്ഞേക്കുന്നത്? an administrator's duty is to form the policy that run the facility, make the better the patient experience. നമ്മൾ പറഞ്ഞത്. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ പറഞ്ഞത്. അതായത് ഈ ഒരു പോളിസി രൂപീകരിക്കുകയും ആ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇത് ലാസ്റ്റ് സെന്റൻസ് ഒന്നുകൂടി ഒന്ന് നോക്കിയേ. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വിജയകരവും കാര്യക്ഷമമായിട്ടുള്ള ഈ ഒരു ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾക്ക് എന്ത് വേണം? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ കരിയർ ആവശ്യമാണ്. എന്നുവെച്ചാൽ അവര് ഒരു നല്ലൊരു ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ഒരു അഡ്മിനിസ്ട്രേഷൻ വേണം. ഹോസ്പിറ്റലില് നമുക്ക് നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ വേണം. അപ്പൊ ഇങ്ങനെയുള്ള അവരുടെ കരിയർ ആവശ്യമാണെന്ന് പറഞ്ഞേക്കുന്നത്. ഒരു വിജയകരവും ഒരു കാര്യക്ഷമമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾക്ക് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ കരിയർ ആവശ്യമാണ്. ഇനി ലാസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? Owing to continuous need for the healthcare facility from hospital to nursing home. ഹോസ്പിറ്റൽ മുതൽ നേഴ്സിംഗ് ഹോമുകൾ വരെയുള്ള ആരോഗ്യ സംരക്ഷണ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ തുടർച്ചയായിട്ടുള്ള ആവശ്യം കാരണം owing to continuous need. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഹോസ്പിറ്റൽ മുതൽ നേഴ്സിംഗ് ഹോം വരെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ആവശ്യം കാരണം ഈ ഹെൽത്ത് കെയർ പോളിസി മെച്ചപ്പെടുത്താൻ താല്പര്യമുള്ളവർക്ക് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു സുപ്രധാനവും ഇമ്പോർട്ടന്റ് ഫേം ജോബ്, സുപ്രധാനവും ഉറച്ച ജോലിയുമാണ് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. നോക്കിയേ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ may be improve the oversight and management. എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുകൊണ്ട് വായിക്കുന്നത്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ may improve the oversight and management. മേൽനോട്ടവും മാനേജ്മെന്റും ഏതൊക്കെയാ? ടിക്കറ്റ് വെച്ചോട്ടെ ആ പോയിന്റുകൾ. എൻറ്റയർ ഹെൽത്ത് കെയർ സിസ്റ്റം, ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ, എൻറ്റയർ ഹെൽത്ത് കെയർ സിസ്റ്റം, അതിന്റെ ഓവർസൈറ്റ് മേൽനോട്ടവും മാനേജ്മെന്റും, മുഴുവൻ ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ മാനേജ്മെന്റും മേൽനോട്ടവും. ഓക്കെ, അതിന്റെ ഹെൽത്ത് കെയർ സിസ്റ്റം. രണ്ടാമത് നോക്കിയേ, specific facilities such as physician practice, hospital and home health agencies തുടങ്ങിയ പ്രത്യേക സൗകര്യങ്ങൾ, സ്പെസിഫിക് ഫെസിലിറ്റികളുടെ മേൽനോട്ടവും മാനേജ്മെന്റും മൊത്തത്തിലാ പറയുന്നത് കേട്ടോ. അവിടെ ഫിസിഷ്യൻ പ്രാക്ടീസുകൾ, ഹോസ്പിറ്റലുകൾ, ഹോം ഹെൽത്ത് ഏജൻസി തുടങ്ങിയവയുടെ പ്രത്യേക സൗകര്യങ്ങളുടെ മേൽനോട്ടവും മാനേജ്മെന്റും. പിന്നെ മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സ് ഓർ യൂണിറ്റ്സ് ലൈക്ക് കാർഡിയാക് കെയർ യൂണിറ്റ്, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, കാർഡിയാക് അല്ല ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, then CCU പഠിച്ചില്ലേ, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കാർഡിയാക് കെയർ യൂണിറ്റ്. അവിടെ കാർഡിയാക് കെയർ താഴെ കൊടുത്തിട്ടുണ്ട്, കാർഡിയാക് കെയർ യൂണിറ്റ് തുടങ്ങിയ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റുകളുടെ മേൽനോട്ടവും മാനേജ്മെന്റും. ഓക്കെ, സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെയാ? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, കാർഡിയാക് കെയർ യൂണിറ്റ് തുടങ്ങിയ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റുകളുടെ ഓവർസൈറ്റ് മേൽനോട്ടവും മാനേജ്മെന്റും. അടുത്ത നോക്കിയേ, സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയ ലൈക്ക് നേഴ്സിംഗ്, ഫിസിക്കൽ തെറാപ്പി ആൻഡ് കാർഡിയോളജി മുതലായ സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയകളുടെ മേൽനോട്ടവും മാനേജ്മെന്റും. അടുത്ത നോക്കിയേ, ലാസ്റ്റ് പോയിന്റ്, സ്പെസിഫിക് ഏരിയ ലൈക്ക് സ്റ്റാഫിംഗ്, ഫെസിലിറ്റി, അഡ്മിനിസ്ട്രേഷൻ, അഡ്മിഷൻ ആൻഡ് ഫിനാൻസ് തുടങ്ങിയ പ്രത്യേക മേഖലകളുടെ മേൽനോട്ടവും മാനേജ്മെന്റും. സ്പെസിഫിക് ഏരിയകള് സ്റ്റാഫിംഗ്, ഫെസിലിറ്റി അഡ്മിനിസ്ട്രേഷൻ, അഡ്മിഷൻ, ഫിനാൻസ് തുടങ്ങിയ മേഖലകളുടെ മേൽനോട്ടവും മാനേജ്മെന്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് തന്നേക്കുന്നതാണ് കേട്ടോ.
അത് നോക്കി വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെ കാര്യങ്ങൾ ആണ് ചെയ്യുന്നത്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ മാനേജ്മെന്റിൽ വരുന്നത് ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഡാഷ് തന്നെ തരാം. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഒരു ഡാഷ് ഇട്ടിട്ട് ഈ പോയിന്റ്സുകൾ തരാം. ഓക്കെ, ഒരു തന്നിട്ട് വളർത്തേ പോകുന്നോ എന്തെങ്കിലും ഓപ്ഷൻസിലും ഉണ്ടാവും. അത് പോയിന്റ്സുകൾ നോക്കി വെക്കാം. ഇനി അടുത്തത് പ്രിൻസിപ്പിൾ ആണ്. പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിൾ തത്വങ്ങൾ എന്തൊക്കെയാണ്? ഇതിന്റെ പ്രിൻസിപ്പിൾസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. പ്രിൻസിപ്പിൾസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുത്താം. ഒരു പ്രാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യനുകളിൽ ചോദിച്ചിട്ടുണ്ട് പ്രിൻസിപ്പിളുകൾ എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് ഹെൽത്ത് കെയർ, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഒബ്ജക്റ്റീവ്സ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. പ്രിൻസിപ്പിൾ ആണ് ഒരു പ്രാവശ്യം എക്സാമിന് കണ്ടത്. പ്രിൻസിപ്പിൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തിട്ട് പോളിസികളൊക്കെ വായിച്ചു നോക്കാം. ദിസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ തത്വങ്ങൾ എന്തിലേക്ക് ബേസ് ചെയ്തിട്ടായിരിക്കുന്നത്? തത്വങ്ങൾ എന്തൊക്കെയാണ്? ദിസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ദേശീയ ആരോഗ്യ നയമായിരിക്കണം ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കണം? There should be healthy national health policy. National health policy. There should be healthy national health policy. എന്താണ് നാഷണൽ ഹെൽത്ത് പോളിസി? നാഷണൽ ഹെൽത്ത് പോളിസി എന്താ? സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പീരിയോഡിക് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ് ഈ ഹെൽത്ത് പോളിസികൾ എന്ന് പറയുന്നത്. നാഷണൽ ഹെൽത്ത് പോളിസി സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പീരിയോഡിക്കലി പബ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഹെൽത്ത് പോളിസി, നാഷണൽ ഹെൽത്ത് പോളിസി എന്ന് പറയുന്നത്. ഇത് ഭാവിയിലുള്ള ഒരു ആരോഗ്യ പരിപാടികൾ നയിക്കാൻ വേണ്ടി, ഇതിനു വേണ്ടിയിട്ടാണ് ഭാവിയിലെ ആരോഗ്യ പരിപാടികൾ നയിക്കാൻ വേണ്ടിയിട്ട് ഈ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പീരിയോഡിക്കലി പബ്ലിഷ് ചെയ്തതാണ് ഈ നാഷണൽ ഹെൽത്ത് പോളിസി ടു ഗൈഡ് ഫ്യൂച്ചർ ഹെൽത്ത് പ്രോഗ്രാംസ്. ഭാവിയിലുള്ള ഒരു ആരോഗ്യ പരിപാടികളെ നയിക്കുന്നതിന് വേണ്ടി ഇനി വരും കാലങ്ങളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് കാര്യങ്ങൾ എടുക്കാം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഭാവിയിലെ ആരോഗ്യ പരിപാടികളെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പീരിയോഡിക് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ് നാഷണൽ ഹെൽത്ത് പോളിസി. അപ്പൊ അതിന്റെ എയിം എന്തായിരിക്കും? എന്തിനു വേണ്ടിയിട്ടാ? അപ്പൊ എയിം എന്താ? പേഷ്യൻസിന് നല്ല ആരോഗ്യമൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണല്ലേ. To improve the health and the well-being of the people in India by providing quality health care at an affordable cost. ഒരു താങ്ങാവുന്ന അല്ലെങ്കിൽ കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ പേഷ്യൻസിനൊക്കെ നല്ലൊരു ക്വാളിറ്റി, ഗുണനിലവാരമുള്ള ഒരു ക്വാളിറ്റി ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ജനങ്ങളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും ഒക്കെ വേണ്ടിയിട്ട് അത് ഇംപ്രൂവ് ചെയ്യാൻ, ആരോഗ്യം ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒക്കെ വേണ്ടിയിട്ട് അതാണ് ആ നാഷണൽ ഹെൽത്ത് പോളിസിയുടെ എയിം എന്നത് പറയുന്നത്. ഓക്കെ, ഇതിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത്. നമ്മൾ എന്താണ് ഈ നാഷണൽ ഹെൽത്ത് പോളിസി എന്ന് പറഞ്ഞേ? ഭാവിയിലുള്ള ആരോഗ്യ പരിപാടികളെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പീരിയോഡിക്കലി പബ്ലിഷ് ചെയ്യുന്നതാണ് നാഷണൽ ഹെൽത്ത് പോളിസി. അപ്പൊ അതിന്റെ എയിം എന്താ? പേഷ്യൻസിന്റെ ഒക്കെ അല്ലെ, ജനങ്ങളുടെ ഒക്കെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക, ഇംപ്രൂവ് ദ ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഓഫ് ദ പീപ്പിൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ആളുകളുടെ ഒക്കെ ഹെൽത്ത്, ആരോഗ്യമൊക്കെ ഇംപ്രൂവ് ചെയ്യുക, അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുക. എങ്ങനെയാണ് അത് പറഞ്ഞേക്കുന്നത്? ഇന്ത്യ ബൈ പ്രൊവൈഡിങ് ക്വാളിറ്റി ഹെൽത്ത് കെയർ, നല്ലൊരു ഗുണനിലവാരമുള്ള ഹെൽത്ത് കെയർ, വളരെ കുറഞ്ഞ അഫോർഡബിൾ, അവർക്ക് കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ നല്ല രോഗി പരിചരണം, ക്വാളിറ്റി ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആളുകളുടെ, ഇന്ത്യയിലുള്ള ആളുകളുടെ ഒക്കെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് എയിം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കിയ പ്രിൻസിപ്പളിൽ എന്താ പറഞ്ഞേക്കുന്നത്? Sound health administrative structures may be framed for implementation of the health policy.
ഒരു ആരോഗ്യ നയം നടപ്പിലാക്കുന്നതിനായിട്ട് ഒരു മികച്ച ആരോഗ്യ ഭരണഘടന രൂപപ്പെടുത്തിയ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ മേ ബി ഫ്രെയിംഡ്. ഒരു സൗണ്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഫ്രെയിം ചെയ്യണം. ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഫ്രെയിം ചെയ്യണം. For the implementation of the health policy. ഒരു ആരോഗ്യ നയം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മികച്ച ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഫ്രെയിം ചെയ്യണം. ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഫ്രെയിം ചെയ്യണം. ഓക്കെ. Sound health administrative structure may be framed for the implementation of the health policy. Clear ആവുന്നില്ലേ നിങ്ങൾക്ക്? ഈ പോയിന്റ്സ് വേണമെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് നോട്ട് ചെയ്തെടുത്തോട്ടോ. ഓക്കെ. ഒരു ആരോഗ്യ നയം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മികച്ച ആരോഗ്യ ഭരണഘടന, ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഫോം ചെയ്തെടുക്കണം. പ്രിൻസിപ്പിളൊക്കെ ആയിക്കൊണ്ട് നമുക്ക് പോയിന്റ്സ് മാത്രം അങ്ങനെ പറഞ്ഞു പോകാനേ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇത്തിരി ടഫാണ്, ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്തെടുക്കാം. അടുത്ത മൂന്നാമത്തെ നോക്കി. There should be integration of preventive and curative services at all administrative level. എല്ലാ ഭരണതലത്തിലും പ്രതിരോധ പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് സർവീസ്, ഒരു പ്രതിരോധ രോഗശമന സേവനങ്ങളുടെ ഒരു ഇന്റഗ്രേഷൻ, ഒരു സംയോജനം ഉണ്ടായിരിക്കണം. There should be integration of preventive and curative services at all administrative level. എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലും ഒരു പ്രിവെന്റീവ് ക്യൂറേറ്റീവ് സർവീസുകളുടെ ഒരു ഇന്റഗ്രേഷൻ, ഒരു സംയോജനം ഉണ്ടായിരിക്കണം. അടുത്ത നോക്കിയേ, നാലാമത്തെ പോയിന്റ്. There should be centralized direction and decentralized action. എന്താണ് ഒരു സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ? സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നിയന്ത്രണം വേണം. There should be centralized direction. Okay. അതായത് സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു മാനേജ്മെന്റിന്റെ ഒരു ഉയർന്ന സ്ഥാനം നമുക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു അധികാരം നിർവഹിക്കുന്നു. അതാണ് സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ് ആണ് ആ ഒരു ഡയറക്ഷൻ എടുക്കാനുള്ളത്. അപ്പൊ ആ ഒരു ഇത് കൊണ്ടുവരുന്ന അപ്പൊ അങ്ങനെയുള്ളൊരു സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ വേണം, ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഡയറക്ഷൻ വേണം. There should be centralized direction and decentralized. എങ്ങനെയാണ്? ഡീസെൻട്രലൈസ്ഡ്, വികേന്ദ്രിതമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കണം. Okay. There should be centralized direction and decentralized direction. ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നിയന്ത്രണവും ഒരു വികേന്ദ്രിതമായിട്ടുള്ള ഒരു പ്രവർത്തനവും ഉണ്ടായിരിക്കണം. അടുത്ത നോക്കിയേ. Planned health program should be based on priority and must meet the health requirements of the people. നോക്കിയേ. Planned health program should be based on priority and must meet the health requirements of the people. എന്താ പറയാ? ഒരു പ്ലാന്റ്, ഒരു ആസൂത്രിത ഒരു പ്രോഗ്രാമുകൾ, പ്ലാന്റ് ഹെൽത്ത് പ്രോഗ്രാംസ്, ഒരു ആസൂത്രിത ആരോഗ്യ പരിപാടികള് എങ്ങനെ ബേസ് ചെയ്തിരിക്കുന്ന പറഞ്ഞേക്കണേ? പ്രയോറിറ്റി, ഒരു മുൻഗണനയെ അടിസ്ഥാനമാക്കിയായിരിക്കണം. അപ്പൊ അവിടെ ഹെൽത്ത് പ്രോഗ്രാമുകള് പ്ലാൻ ചെയ്യുന്നത് എന്തിനു ബേസ് ചെയ്ത് വേണം? പ്രയോറിറ്റി, ഒരു മുൻഗണനയെ അടിസ്ഥാനമാക്കി വേണം. ആസൂത്രിത ആരോഗ്യ പരിപാടികള് മുൻഗണനയെ അടിസ്ഥാനമാക്കിയും പിന്നെ എന്താ പറഞ്ഞേക്കുന്നതിനൊപ്പം തന്നെ ആൻഡ് മസ്റ്റ് മീറ്റ് ദ ഹെൽത്ത് റിക്വയർമെന്റ്സ് ഓഫ് ദ പീപ്പിൾ. ആളുകളുടെ ഹെൽത്ത് റിക്വയർമെന്റ്സ് എന്താണ് അത് നിറവേറ്റുന്ന രീതിയിൽ, അത് ഫോളോ ചെയ്യുന്ന രീതിയിൽ, ആവശ്യങ്ങൾ നിറവേറ്റുന്ന രീതിയിൽ ആയിരിക്കണം. ആൻഡ് മസ്റ്റ് meet the health requirements of the people. ആളുകളുടെ ഹെൽത്ത് റിക്വയർമെന്റ്സ് നിറവേറ്റുന്നതായിരിക്കണം. Okay.
പ്രിയോറിറ്റീനെ ബേസ് ചെയ്തായിരിക്കണം ഹെൽത്ത് പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, പ്ലാൻഡ് ഹെൽത്ത് പ്രോഗ്രാം ഷുഡ് ബി ബേസ്ഡ് ഓൺ പ്രിയോറിറ്റി. മുൻഗണനയെ അടിസ്ഥാനമാക്കി ഹെൽത്ത് പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യണം. ആൻഡ് മസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ എന്താ പറഞ്ഞേക്കണേ, അതെങ്ങനെ വേണം, ആളുകളുടെ ഹെൽത്ത് റിക്വയർമെന്റ്സ് നിറവേറ്റുന്നതും ആയിരിക്കണം. അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്ന രീതിയിലും ആയിരിക്കണം. അടുത്ത നോക്കിയേ, ഫോർ ബേസിക് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഉറച്ച എന്നുള്ള മീനിങ് ആയിട്ട്, ഉറച്ച. For basic health services available, acceptable, accessible to the people. എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ബേസിക് ഹെൽത്ത് സർവീസ്, ഒരു ഉറച്ച ഒരു ഹെൽത്ത് സർവീസ്, ഒരു ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് സർവീസ് എങ്ങനെയായിരിക്കണം, എപ്പോഴും അവൈലബിൾ ആയിരിക്കണം, അക്സസബിൾ, അക്സസ് ചെയ്യാൻ പറ്റും, സ്വീകാര്യമായിരിക്കണം, അക്സെപ്റ്റബിൾ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ജനങ്ങൾക്ക് ഒരു സ്വീകാര്യപ്രദവുമായിരിക്കണം. ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് സർവീസുകൾ, ആരോഗ്യ സേവനങ്ങള്, അടിസ്ഥാന ആരോഗ്യ സേവനങ്ങള് എങ്ങനെയായിരിക്കണം, അവൈലബിൾ ആയിരിക്കണം, അക്സസബിൾ ആയിരിക്കണം, അക്സെപ്റ്റബിൾ ആയിരിക്കണം. ആർക്കാ? ടു ദ പീപ്പിൾ, ടു ദ പീപ്പിൾ. അടുത്തത് നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, ഹെൽത്ത് കോൺഷ്യസ്നസ് ഷുഡ് ബി എൻകറേജ്ഡ് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ and by providing opportunities for participation of the health of people in the health program. Health conscious should be encouraged. ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു കോൺഷ്യസ്, ഒരു ബോധം, അവബോധം പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ എല്ലാവർക്കും എന്താണ്, ഹെൽത്തിനെ കുറിച്ച് ഒരു ബോധം, ഒരു കോൺഷ്യസ്നെസ് പ്രോത്സാഹിപ്പിക്കണം. അതിന് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ, ഒരു ഹെൽത്തിനെ കുറിച്ച് വല്ല ഇപ്പൊ സെമിനാറുകളോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ കൂടി എന്താണ്, നമുക്ക് എല്ലാവർക്കും ഒരു ഹെൽത്ത് കോൺഷ്യസ് പ്രോത്സാഹിപ്പിക്കണം. And by providing opportunity for participation of people in the health program. എന്താ, അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ ഹെൽത്ത് പ്രോഗ്രാമുകളില് ആ ആളുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണം. And by providing opportunity for participation of people in the health program. ഹെൽത്ത് പ്രോഗ്രാമുകളില് ആളുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയും, പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയൊക്കെ നമ്മുടെ എന്താ, ഹെൽത്ത് കോൺഷ്യസ് പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഹെൽത്ത് പ്രോഗ്രാം നടക്കുമ്പോൾ ആളുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കുകയാണെങ്കിലോ എല്ലാവരും ആ പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പൊ ആളുകൾക്ക് എന്താണ്, ഹെൽത്ത് കോൺഷ്യസ് എന്താ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അവയർനെസ് കിട്ടുമല്ലോ. എല്ലാ ആളുകളെയും എന്ത് ചെയ്യണം, ഹെൽത്ത് പ്രോഗ്രാമുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യണം. പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയൊക്കെ നമുക്ക് ഹെൽത്ത് കോൺഷ്യസ് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ക്ലിയർ ആയ പോയിന്റ്? ഓക്കെ, ഓക്കെ, ക്ലിയർ ആണോ? പോയിന്റ്സുകൾ നിങ്ങൾ നോട്ട് ചെയ്യണ്ട. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, doctors have to be trained to act as social physician as well as to promote healthy living for people. പറഞ്ഞേക്കണേ, ഒരു സോഷ്യൽ ഫിസിഷ്യന്മാരായി പ്രവർത്തിക്കാനായിട്ട് ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കണം. ഡോക്ടേഴ്സ് have to be trained to act as a social physician. ഒരു സോഷ്യൽ ഫിസിഷ്യൻ ആയിട്ട് പ്രവർത്തിക്കാൻ ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കണം. പിന്നെ as well as to promote healthy living for people. ജനങ്ങളുടെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. And to promote healthy living for people.
അതിനോടൊപ്പം തന്നെ ആളുകൾക്ക് ഒരു നല്ലൊരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതം പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പൊ എല്ലാവരോടും നല്ല രീതിയിൽ സോഷ്യൽ ഫിസിഷ്യന്മാരായിട്ട് പ്രവർത്തിക്കാൻ ഫിസിഷ്യന്മാരെ ട്രെയിൻ ചെയ്യിക്കുക. പിന്നെ ഒരു നല്ലൊരു ജനങ്ങൾക്ക് ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം പ്രൊമോട്ട് ചെയ്യുക. അടുത്ത നോക്കിയേ, nursing personnel and other associated health personnel should provide community-oriented education. Okay, nursing ജീവനക്കാർക്കും മറ്റു ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തകർക്കൊക്കെ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ബേസ് ചെയ്ത ഒരു സാമൂഹികാധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം നൽകുക. Nursing personnel and other associated health personnel should provide community-oriented education. Community-oriented education provide ചെയ്യുക. Nursing personnels അതിനോട് ബന്ധപ്പെട്ടുള്ള ഹെൽത്ത് പേഴ്സണൽസ് ഇവർക്ക് ഒരു സമൂഹാധിഷ്ഠിതമായിട്ടുള്ള കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. അടുത്ത നോക്കിയേ, ന്യൂ കാറ്റഗറി ഓഫ് ഹെൽത്ത് പേഴ്സൺസ് ആർ പ്രൊവൈഡഡ് ട്രെയിനിങ് ടു പ്രൊവൈഡ് പ്രോപ്പർ സർവീസസ് ടു പീപ്പിൾ. ആളുകൾക്ക് ഒരു ശരിയായിട്ടുള്ള ഒരു സേവനം നൽകുന്നതിന് ഒരു പുതിയ വിഭാഗത്തിലുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് ട്രെയിനിങ് കൊടുക്കുക. ന്യൂ കാറ്റഗറി ഓഫ് ഹെൽത്ത് പേഴ്സണൽ ആർ പ്രൊവൈഡഡ് ട്രെയിനിങ് ടു പ്രൊവൈഡ് പ്രോപ്പർ സർവീസ് ടു പീപ്പിൾ. അപ്പൊ ആളുകൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സർവീസ് കൊടുക്കാൻ, മനസ്സിലായോ? ആളുകൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സർവീസ് കൊടുക്കാൻ ന്യൂ കാറ്റഗറിയിലുള്ള പുതിയ വിഭാഗത്തിലുള്ള ഹെൽത്ത് പേഴ്സണൽസ് വിദ്യാർത്ഥികൾക്ക് ട്രെയിനിങ് കൊടുക്കാം. ഇപ്പൊ പുതിയ ന്യൂ കാറ്റഗറിയിൽ വരുന്നവർക്ക് എല്ലാവരും ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് അറിയണമെന്നില്ല, അല്ലെ? അപ്പൊ അവർക്ക് ട്രെയിനിങ് കൊടുക്കാം. Okay, new category of health personnel are provided training. അവർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. എന്തിനാ? ടു പ്രൊവൈഡ് ദ പ്രോപ്പർ സർവീസ്. ആളുകൾക്ക് നല്ല സർവീസ് കൊടുക്കണമെന്നതിന് പുതിയ ആളുകൾക്ക് എന്ത് ചെയ്യുക? അതിനുള്ള ട്രെയിനിങ് കൊടുക്കുക. മനസ്സിലായില്ലേ? ഓക്കെ, നല്ല സർവീസ് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? നല്ല ട്രെയിനിങ് കിട്ടിയ നല്ല ആളുകളായിരിക്കണം, അല്ലെ? അപ്പൊ പുതിയ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് നല്ല ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്തിട്ട് ഒരു പ്രോപ്പർ സർവീസ് കൊടുക്കാം. ആളുകൾക്ക് ഒരു നല്ലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് പുതിയ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുക. 2-3 പോയിന്റ് കൂടെ ഉള്ളു, അപ്പൊ അതങ്ങോട്ട് കഴിയും നമ്മുടെ. അടുത്ത നോക്കിയേ, ഓൾ ദ സിസ്റ്റം ഓഫ് മെഡിസിൻ ഷുഡ് ബി പ്രൊമോട്ടഡ് ടു പ്രൊവൈഡ് decent health care to people. പറഞ്ഞേക്കുന്നത് ഒരു ജനങ്ങൾക്ക് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ നൽകുന്നതിന് എല്ലാ ഡീസന്റ് എന്ന് വെച്ചാൽ മാന്യമായിട്ടുള്ള സംവിധാനങ്ങളും പ്രോത്സാഹിപ്പിക്കുക. All the system of medicine should be promoted to provide decent health care to people. ആളുകൾക്ക് ഒരു നല്ലൊരു ഡീസന്റ് ആയിട്ടുള്ള ഒരു മാന്യമായിട്ടുള്ള നല്ലൊരു ഹെൽത്ത് കെയർ നൽകുന്നതിന് എല്ലാ സംവിധാനങ്ങളും പ്രോത്സാഹിപ്പിക്കാം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും പ്രോത്സാഹിപ്പിക്കുക. All the system of medicine should be promoted. എന്തിനു വേണ്ടിയാ? To provide decent health care to people. Last നോക്കിയേ, utilize community resource and to promote local participation in health programs at the village level. Utilize community resource and to promote local participation in health program at the village level. Community resources പ്രയോജനപ്പെടുത്തുകയും പിന്നെ വില്ലേജ് ലെവലില് ഗ്രാമതലത്തില് ഹെൽത്ത് പ്രോഗ്രാമിന്റെ ലോക്കൽ പാർട്ടിസിപ്പേഷൻ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക. യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സുകൾ യൂട്ടിലൈസ് ചെയ്യുക. and to promote local participation in health programs at village level. Village തലത്തില് ഗ്രാമ തലത്തില് ഹെൽത്ത് പ്രോഗ്രാമുകളില് ലോക്കൽ പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ട് ചെയ്യുക. എല്ലാവരെയും വില്ലേജ് ലെവലിൽ നടത്തുന്ന ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളില് ലോക്കൽ പാർട്ടിസിപ്പേഷൻ
അവർക്ക് എന്താ ചെയ്യാ, അതിന് വേണ്ട പ്രോത്സാഹനമൊക്കെ കൊടുക്കാം. ലാസ്റ്റ് പോയിന്റ് നോക്കി, there should be provision for staff development program. സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾക്കുള്ള ഒരു പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ. സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾക്കുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായിരിക്കണം. There should be provision for staff development program. സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾക്കുള്ള ഒരു പ്രൊവിഷൻ, ഒരു വ്യവസ്ഥ ഉണ്ടായിരിക്കണം. ഇത്രയാണ് അതിനകത്ത് ഏതാണ് പ്രിൻസിപ്പിള് വരുന്നത്. പ്രിൻസിപ്പിള് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. 1-2 പ്രാവശ്യം ഈ പോയിന്റ്സുകൾ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് വായിച്ച് നോക്കുക. 1-2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. 2-3 പ്രാവശ്യം നിങ്ങളൊന്ന് വായിച്ചു വെക്കുക. ഇത് പോയിന്റ്സ് ആയതുകൊണ്ട് ഇതിൽ കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല. പോയിന്റ്സുകൾ നിങ്ങൾ ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. ഇനിയിപ്പോ അടുത്ത ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഒബ്ജക്റ്റീവ്സ് ചെയ്തൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാവുന്ന മാത്രം. ഓക്കെ, പ്രിൻസിപ്പിൾ ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.